യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ ചിറ്റൂരിൽ വരുന്നത്. ബഥേലില് പഴയ ധ്യാനകേന്ദ്രത്തിൽ നേരത്തെ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രദറിനെ അറിയാം. പിന്നെ കുറെ നാള് പിന്നെ ധ്യാനവും ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഞായറാഴ്ച പള്ളി പോക്കും അതൊക്കെ തന്നെയാണ്. അതും കുറെ നാള് ഈ പറഞ്ഞ പോലെ ചില ടൈമിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇവിടെ കുറച്ചു നാള് മുന്നേ എൻ്റെ ഫാദർ മരിച്ചായിരുന്നു, ഒരു 16 ദിവസം മുന്നേ. അപ്പോൾ ആ സമയത്താണ്, ക്രിട്ടിക്കലായി കിടക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ബ്രദറിനെ അന്ന് കോണ്ടാക്ട് കിട്ടി, അന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ബ്രദർ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. ബ്രദറിന് എന്നാലും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്ന ഒരു 10-12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രദറിനെ അന്ന് വിളിക്കുന്നത്. അതിനുശേഷം പിന്നെ ഡാഡി ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മരിച്ച്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വന്ന് പിന്നെ ഒരു 6 ദിവസം, ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ബ്രദർ വിളിച്ചിട്ടുണ്ടായി. വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ധ്യാനം കൂടുന്ന കാര്യങ്ങൾ മമ്മിനോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല ഞാൻ. കാരണം പള്ളിയിൽ കുർബാനക്കായാലും ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ തന്നെ ഒരു കണക്കിനാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെ വന്നിട്ട് 3-4-5 ദിവസമൊക്കെ ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാർ പറഞ്ഞാൽ ഞാൻ ഒട്ടും വരില്ല. പിന്നെ ബ്രദർ വിളിച്ച സമയത്ത് എന്നെ ചോദിച്ചിട്ട് എൻ്റെ കയ്യിലും ഫോൺ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഇങ്ങനെ ബ്രദർ എന്നോട് തന്നെയാണ് സംസാരിച്ചിരുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി വന്നു. ആ ഒരു രീതിയിലൊക്കെ പെട്ടെന്നായി ലോക്കായ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആദ്യത്തെ ദിവസം 2.5 ദിവസം ധ്യാനമുള്ളതെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് 2.5 ദിവസമല്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഒരു ദിവസം, ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അറിയണത് ഞായറാഴ്ച വരെ ഉണ്ടെന്നുള്ളത്. ഞാൻ പരമാവധി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാന്നൊക്കെ ഞാൻ ആലോചിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ആദ്യത്തെയാണോ 2ാമത്തെ ദിവസമാണോ എന്നറിയില്ല, ബ്രദറിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിന്റെ ഒരു സ്മെല്ല് അടിച്ചാണ്. പക്ഷെ ഞാൻ വിചാരിച്ച് ഇനി ആരെങ്കിലും പെർഫ്യൂം അടിച്ചതിന്റെ ഒരു ഇതാണോ, മാതാവിന്റെ, അതായത് ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ്, ഞാൻ കുറച്ച് ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പെർഫ്യൂമിന്റെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. നേരത്തെയും ഇതുപോലെ തന്നെ പഴയ ധ്യാനേന്ദ്രമുള്ള സമയത്തൊക്കെ അവിടെ വെച്ച് എനിക്കിങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി വേറൊരു രീതിയിലൊക്കെ നടന്നിട്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ യുക്തി വെച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ഇതേപോലെ ഇങ്ങനെ സ്മെല്ല് വരണ്ടേ എന്നൊക്കെയുള്ള അങ്ങനെ കുറെ ചിന്തകളൊക്കെ മനസ്സിൽ കയറി വന്നതാണ്. അതിനുശേഷമാണ് പിന്നെ ഇതുപോലെ തന്നെ എല്ലാവർക്കും അനുഭവങ്ങളൊക്കെ കിട്ടണം. ഞാൻ എന്നെ 1-2 തവണ ഇതുപോലെ തന്നെ മുട്ടയില് നിരങ്ങി ആൾക്കാരുടെ അടുത്തേക്കൊക്കെ വന്നായിരുന്നു. കാരണം അനുഭവങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ബ്രദർ തന്നെ പറഞ്ഞ് വന്ന് പ്രാർത്ഥിക്കും, മുട്ടയിൽ നിരങ്ങി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തായിരുന്നു. അപ്പോ ആ സമയത്താണ് ബ്രദർ പറയണത്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മരിച്ചുപോയ ആളുകളെയൊക്കെ കാണും എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ പറയുന്നത്. അപ്പോ ഡാഡിനെ കാണോ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ആ ഒരു കോൺസെൻട്രേഷനോടുകൂടിയല്ല പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോ പിന്നീട് എനിക്ക് തോന്നണ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോ മനസ്സിൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ആരാധന സമയത്തൊക്കെ മാറിയായിരുന്നു. പിന്നെ കുറച്ച് നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയ സമയത്താണ് ഇതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ പറയണ്ടായി, ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നു, ഈശോ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ ഞാൻ ഏകദേശം ഇങ്ങനെ കുറെയൊക്കെ കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഡ്രൈ ഐസ് ഒക്കെ ഇട്ട പോലത്തെ ഒരു ഫീലില് വീടിന്റെ അവിടെ നിന്ന് ഫുള്ള് സ്മോക്കും കാര്യങ്ങളും. അപ്പൊ ഞാൻ തോന്നണേണോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കണായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഡാഡിനെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ മേളിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മേളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് തിരിഞ്ഞു നോക്കി ചിരിക്കണ ഒരു സീനാണ്.
അപ്പൊ ഞാനത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബ്രദറെ വിളിച്ച് പറയണത്, ഇങ്ങനെ കാണുന്നുണ്ട്, ഡാഡി വന്നിട്ടുണ്ട്, അവിടെ നോക്കണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബ്രദർ കണ്ടത് തന്നെയാണ് ഞാനും കണ്ടത്. പിന്നെ കൗൺസിലിങ്ങിന്റെ സമയത്തായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി കൗൺസിൽ ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തായാലും കൗൺസിൽ ചെയ്യണമെന്ന് ബ്രദറും പറഞ്ഞ്, പിന്നെ വീട്ടില് മമ്മിയൊക്കെ പറഞ്ഞ ശരിക്കും പറഞ്ഞാല് വീട്ടുകാർക്ക് നമ്മുടെ ഉള്ളിൽ കിടന്ന് എന്താണുള്ളതെന്നൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലുള്ള കുറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൗൺസിലിങ്ങിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് കുറെ ആളുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ കുറെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ധ്യാനം കൂടിയതിൽ സന്തോഷമുണ്ട്.